എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബെലമിയാണെങ്കിൽ ലൂഫിയെ ഓർണമെന്റ് ഹോക്കി പവർക്ക് ഉപയോഗിച്ച് നിലത്ത് നിർത്താതെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ലൂഫി നിലവിളിച്ച് പറയും, ഒരുപാട് നേരമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇതുപോലെ ഫൈറ്റ് ചെയ്താ എനിക്കായിരിക്കില്ല നിനക്കായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. ഓൾറെഡി പരുക്ക് പറ്റി പഞ്ചറായി കിടക്കുന്നതാണ് നിന്റെ ബോഡി. എന്നെ ഇടിച്ച് എന്റെ ബോഡി തകർന്ന് തരിപ്പണാകുമെന്നല്ലാതെ യാതൊരു യൂസും ഇല്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ ഒരേ ഒരു ലക്ഷ്യം അത് ഡോഫ്ലെമിംഗോയെ ഇംപ്രസ് ചെയ്യുക അത് മാത്രമാണ്. എനിക്ക് ഓപ്പണന്റ് ആയിട്ട് നിൽക്കുന്നത് അതാരായിരുന്നാലും അവരെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ലൂഫിയുടെ നെഞ്ചത്തേക്ക് ആഞ്ഞു കയറും. കട്ട് ചെയ്ത ഇവിടെ ആ ചപ്രത്തലച്ചി ആന്റിയെയും വില്ലന്മാരെയും കാണിക്കും. ആർക്കും ഇപ്പൊ ബോധമില്ല. ലിയോ ആണെങ്കിൽ പ്രിൻസസിനോട് പറയും, വേഗം വായോ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അതിന് പ്രിൻസസ് അവളാണെങ്കിൽ നാണമൊക്കെ കുണുങ്ങി ചീട്ട് കുറുവിയിട്ട് കാലുകൊണ്ട് കളമൊക്കെ വരച്ച് ലിയോട് പറയും, എന്റെ കാലില് ചെറിയൊരു പരുക്ക് പറ്റി, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് പോവോ? അതിനവൻ ദേഷ്യപ്പെട്ടു പറയും, നീ ഇത് കാണുന്നില്ലേ, ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഫൈറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഇതിലും വലിയ വലിയ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. നിനക്ക് ഹീലിംഗ് എബിലിറ്റി ഇല്ലേ? അതുപയോഗിച്ച് നിന്റെ പരുക്ക് ഹീൽ ചെയ്ത് എന്റെ ഒപ്പം വായോ. ഇനി ഇവിടെ നിന്ന അത് വലിയ അപകടമാണ്. എത്രയും വേഗം നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഹീൽ ചെയ്ത് പഴയതുപോലെ ആക്കി ആ ഡോഫ്ലെമിംഗോയെ തകർത്ത് തിരികെ ഗ്രീൻ ബിറ്റിലേക്ക് പോകണം. പ്രിൻസസ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പിടങ്ങിയിരിക്കുകയാണ്. ഉടനെ കപ്പ് ഓടി വന്ന് ലിയോയുടെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുക്കും. അവളുടെ സ്വഭാവം നിനക്ക് പണ്ടേ അറിയില്ലേ, അവള് വലിയ വാശിക്കാരിയാണ്. ഇനി ഒന്നും നോക്കാനില്ല, അവളെ തൂക്കിയെടുത്ത് ഓടി രക്ഷപ്പെടാം. ഏറെ വഴിയില്ലാതെ ഇപ്പൊ ലിയോ ആണെങ്കിൽ അവളെ തൂക്കിയെടുക്കും. അതിനുശേഷം ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. ലിയോ പല്ലൊക്കെ കടിച്ച് ഒരുപാട് ദേഷ്യത്തില്, യു ആർ അൺബിലീവബിൾ, നീ ഇപ്പോ ഭയങ്കര അറഗന്റും സെൽഫിഷും ആയിരിക്കാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു? പ്രിൻസസ് ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഹായ് ആയിട്ട് കിടക്കുകയാണ്. അതേസമയം ഒരു വില്ലൻ ഓടി പോകുന്നത് കണ്ട് നിലവിളിക്കുകയാണ്. അവന്റെ നിലവിളി കേട്ട് ഇപ്പോ ചപ്പർത്തലച്ചി ആന്റി അവര് പതിയെ എഴുന്നേൽക്കും. കാരണവശാലും അവർ രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അത്രയും പീക്കിരികളായ 2-3 പേര് ഡോഫ്ലെമിംഗോയുടെ അസിസ്റ്റന്റ് ആയ എന്നെ തകർത്തിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും അവർ രക്ഷപ്പെട്ടു പോകരുത്. ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ അടുത്തുള്ള സ്നേഹില് അതെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എത്രയും വേഗം ഈ കാര്യം ഡോഫ്ലെമിംഗോയെ അറിയിക്കണം. പക്ഷെ ആന്റിക്കാണെങ്കിൽ നീങ്ങാനായിട്ട് കഴിയുന്നില്ല. കാരണം ലിയോ അവൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ആന്റിയുടെ ബോഡിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ആന്റിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരും. കാരണം അവരുടെ ഏറ്റവും വലിയൊരു സ്ട്രൈക്കർ ആയിരുന്നു. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രിൻസസിന് ഉപയോഗിച്ച് അത് ഹീൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്മൈൽ ഫാക്ടറിക്ക് അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് പ്രിൻസസിനെ യൂസ് ചെയ്ത് അത് റെഡിയാക്കാനായിട്ട് കഴിയും. പക്ഷെ എന്താ, അങ്ങനെ പ്രിൻസസിന്റെ പവർ അത് കൂടുതൽ ഉപയോഗിക്കും തോറും പ്രിൻസസിന്റെ ലൈഫ് സ്പാൻ അത് കുറഞ്ഞു വരും. അവളാണെങ്കിൽ കൈ നീട്ടി ആ ഒരു സ്നേഹില് അത് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്താ, അവളെ കൊണ്ടാവില്ല. ഇനി അവൾക്കുള്ള ആകെ പ്രതീക്ഷ അത് ആ പിങ്ക് വില്ലനാണ്. അവന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. കട്ട് ചെയ്ത പിങ്ക് വില്ലൻ അവനാണെങ്കിൽ ദിവസങ്ങളായിട്ട് ഒരേ പഞ്ചിങ് സ്റ്റൈൽ തന്നെയാണ് ഫ്രാങ്കിക്ക് നേരെ ഉപയോഗിക്കുക. ഫ്രാങ്കിക്കാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ പഞ്ച് എല്ലാം തന്നെ 2 കൈ നീട്ടി അവൻ സ്വീകരിക്കും. അതിനാൽ ലിറ്റിൽ പീപ്പിള് ഒരു ടെൻഷനായിട്ട് പറയും, നീ അത് കാണുന്നില്ലേ, അവൻ ഇത്രയും നേരവും ഫൈറ്റ് ചെയ്തത് ഒരേ ഫൈറ്റിംഗ് സ്റ്റൈലിലും ഒരേ പഞ്ചിങ് മെത്തേഡിലുമാണ്. ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അവന് തിരികെ അറ്റാക്ക് ചെയ്യും. അതിന് ഫ്രാങ്കി പറയും, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട, ഞാൻ നിങ്ങളെ സേഫ് ആക്കും. ഇനി ഒരു കാരണവശാലും പഴയതുപോലെ നിങ്ങൾ ഇവരുടെ അടിമകളായി ജീവിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോൾ ലിറ്റിൽ പീപ്പിൾസിനും ഒരുപാട് സന്തോഷാവും. പക്ഷെ അടുത്ത നിമിഷം ആ പിങ്ക് വില്ലൻ അവനാണെങ്കിൽ ഫ്ലോറിലൂടെ നീന്തി വന്ന് ഞെട്ടിക്കുകയാണ്. ഫ്രാങ്കിക്ക് വേണമെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. പക്ഷേ ഫ്രാങ്കി ആണെങ്കിൽ 2 കൈ നീട്ടി ആ ഒരു അറ്റാക്ക് സ്വീകരിച്ച് ഫാക്ടറിയുടെ പുറത്തേക്ക് ആ ഒരു ഫോഴ്സിൽ അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. അതിനുശേഷം ഗിയർ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഫ്രാങ്കിയെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് കൊണ്ടുപോവാണ്. ഒരുപാട് ദൂരം മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇപ്പൊ അവൻ ഫ്രാങ്കിയെ താഴേക്കിടാൻ തയ്യാറാവും. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കാരണം താഴെ വീണ അവന്റെ ബാക്ക് സൈഡിലുള്ള നോർമൽ ബോഡി പാർട്സ് അത് തകർന്നു പോവും. അവന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് മെറ്റലുള്ളത്. ഞൊടിയിടയിൽ ആ പിങ്ക് വില്ലൻ ഫ്രാങ്കിയെ താഴേക്ക് കൊണ്ടുവന്ന് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയിൽ ഫ്രാങ്കിയുടെ ബോധം പോയി അവൻ അനക്കമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഫ്രാങ്കിയുടെ അവസ്ഥ കണ്ട് ആ ലിറ്റിൽ പീപ്പിൾസ് അവർ ഒരുപാട് വിഷമത്തിൽ ഫ്രാങ്കിയെ നോക്കുകയാണ്. കാരണം അവർക്കാകെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതീക്ഷ അത് ഫ്രാങ്കി മാത്രമായിരുന്നു. ഫ്രാങ്കിയെ കൊണ്ട് അവനെ തകർക്കാനും ആ സ്മൈൽ ഫാക്ടറി അത് ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ ഇത്രയും നേരവും പോരാടിയതെല്ലാം തന്നെ വെറുതെ ആകും. കാരണം ആ സ്മൈൽ ഫാക്ടറി ഉപയോഗിച്ച് ഡോഫ്ലെമിംഗോ അവന് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരികെ പിടിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവർ നിസ്സഹായരായിട്ട് അങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഇവിടെ പിങ്ക് വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ
അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവന്റെ ആൾക്കാരുടെ അടുത്ത് പോയി കൈകെട്ടി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഫ്രാങ്കി അവൻ കണ്ണു തുറക്കുക. ഫ്രാങ്കി എഴുന്നേറ്റ് വരുന്നത് കണ്ട് ലിറ്റിൽ പീപ്പിൾസും ആ വില്ലന്മാരും എന്തിന് ആ പിങ്ക് വില്ലൻ പോലും ഒരു സെക്കൻഡ് പതറും. ഫ്രാങ്കി ആ പിങ്ക് വില്ലനോട് പറയും, ഇത്രയും നേരവും നിന്റെ അറ്റാക്ക് മുഴുവൻ ഞാൻ സ്വീകരിച്ചു, ഇനി എന്റെ അറ്റാക്കിനുള്ള സമയമാണെന്ന് പറഞ്ഞ് പാഞ്ഞു വന്ന് ഇപ്പൊ പിങ്ക് വില്ലന് ഓറഞ്ച് പൊറഞ്ച് ഇട്ടിക്കുകയാണ്. പിങ്ക് വില്ലനാണെങ്കിൽ ഒരുപാട് നേരം ഫൈറ്റൊക്കെ ചെയ്ത് താഴെ വീണതുകൊണ്ട് തന്നെ അവൻ ആരോഗ്യമില്ല. ഫ്രാങ്കിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ പിങ്ക് വില്ലൻ അവനങ്ങനെ പതിയെ താഴേക്ക് വീഴുകയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ആ മഴയിൽ പിങ്ക് വില്ലൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഇതുപോലെ വലിയൊരു മഴയുള്ളപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി പിങ്ക് വില്ലൻ അവന്റെ ചുന്ദരി വൈഫിനെ കണ്ടുമുട്ടിയത്. അവിടെ വെച്ച് അവര് ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഫ്രണ്ട്സായി മാറി. പിങ്ക് വില്ലൻ ആണെങ്കിൽ പതിയെ പതിയെ അവളോട് ഒരുപാട് അടുത്തു. അതുകൊണ്ട് തന്നെ അവനൊരു പൈലറ്റ് ആണെന്നുള്ള കാര്യം ബോധപൂർവം അവൾ അറിയാതിരിക്കാനും അവനെ വിട്ടുപോകാതിരിക്കാനുമായിട്ട് അവൻ മറച്ചു വെച്ചു. പിങ്ക് വില്ലൻ ആണെങ്കിൽ അവൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവളുടെ കണ്ണിൽ പൊടിയിട്ട് മുൻപോട്ടേക്ക് പോയി. അതിനുശേഷം അവരുടെ വിവാഹം അത് നല്ല രീതിയിൽ കഴിഞ്ഞ് അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കും. അങ്ങനെ ഒരു മഴയുള്ള ദിവസം ഇപ്പൊ നമ്മുടെ പിങ്ക് വില്ലൻ അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ ഒരു മിഷന് വേണ്ടി വീട് വിട്ട് പോവാണ്. അവന്റെ കുഞ്ഞിനാണെങ്കിൽ തീരെ സുഖമില്ല, ടെമ്പറേച്ചർ അത് കൂടിക്കൂടി വരികയാണ്. പിങ്ക് വില്ലന്റെ വൈഫ് പറ്റും പോലെ അവളെ കൊണ്ട് കഴിയുന്ന എല്ലാ ട്രീറ്റ്മെന്റും കുഞ്ഞിന് കൊടുക്കും. അതിനുശേഷം വേറെ വഴിയില്ലാതെ അവള് പിങ്ക് വില്ലൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലേക്ക് ഒരുപാട് തവണ മാറി മാറി വിളിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരാഴ്ചക്കപ്പുറം മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിങ്ക് വില്ലൻ അവൻ തിരികെ വീട്ടിലെത്തുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാര്യം അവൻ അറിയുക. അവരുടെ കുഞ്ഞ് മരണപ്പെട്ടു. അവൾ ഒരുപാട് വിഷമത്തിൽ അവനോട് പറയും, കുഞ്ഞിന് നല്ല ഫീവറായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തു. അവളെ ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അവൾ നമ്മളെ വിട്ടു പോയി. ആക്ച്വലി ഇതിനെല്ലാ കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ എന്നെ ഇത്രയും കാലവും പറഞ്ഞു പറ്റിച്ചു. സഹായത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ബാങ്കിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് നിങ്ങൾ അവിടുത്തെ ഒരു എംപ്ലോയി അല്ല എന്ന് ഞാൻ അറിഞ്ഞത്. സത്യം പറയും, നിങ്ങളുടെ ജോലി എന്താ? ഇത്രയും കാലവും നിങ്ങൾ സമ്പാദിച്ച പണം അതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? എനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്ക് ഓൾറെഡി എൻ്റെ കുഞ്ഞിന് നഷ്ടമായി. ഇനിയും വലിയ വലിയ തിരിച്ചടികൾ നേരിടാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അവന്റെ ജോലി എന്താണെന്ന് പറയാൻ തയ്യാറാവില്ല. കാരണം മുമ്പൊരിക്കൽ അവൾക്ക് പൈററ്റ്സിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞിരുന്നു. അവൾ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ച് ഇപ്പൊ വീട് വിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് ആ പെരുമഴയത്ത് പോവാണ്. അവൻ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി പരിശോധിച്ചിട്ടും അവളെ കണ്ടെത്താനാവില്ല. തിരികെ വീട്ടിലെത്തുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോള് വരിക. അവൻ ആ കോള് കിട്ടിയ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടും. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും ഡോക്ടർ പറയാ, നിങ്ങളുടെ വൈഫ് ഒരു മഡ് സ്ലൈഡിൽ പെട്ട് ഒരുപാട് സീരിയസ് ആയി അഡ്മിറ്റഡ് ആണ്. അവർ കോമ സ്റ്റേജിലേക്ക് പോയി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കടന്നു പോകും. പിങ്ക് വില്ലൻ അവൻ ഹൃദയം തകർന്ന് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാണ്. അതിനുശേഷം എല്ലാ ദിവസവും ബൊക്കെയൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ദിവസവും അവൻ അവളെ പരിചരിക്കും. പിങ്ക് വില്ലൻ ആണെങ്കിൽ അവന്റെ കുഞ്ഞിന്റെ തലയിലുണ്ടായിരുന്ന ആ സ്കാർഫ് അതവന്റെ തലയിലൊക്കെ കെട്ടി അവളെ കാണിക്കും. അത് കാണേണ്ട താമസം അവളാണെങ്കിൽ അതിനുശേഷം പതിയെ അവനെ നോക്കി ചിരിക്കും. കട്ട് ചെയ്ത പ്രസന്റില് അവന്റെ വൈഫിന്റെ മുഖത്തുണ്ടായ ആ ഒരു ചിരി അതോർത്ത് അവൻ ഫ്രാങ്കിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി വാങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.